അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഡിവോഴ്സിൻ്റെ. അപ്പം ആ കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്നതാണ്, ആ കൊച്ച് ആ വീട്ടിലെ ഏകദേശം എല്ലാ ജോലിയും, അതായത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് വരെയും കഴുകി കൊടുക്കും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഭർത്താവിൻ്റെ രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വലിയ പ്രായമൊന്നും ഉള്ളവരല്ല. അപ്പം ഞാൻ ചോദിച്ച്, എന്തിനാണ് ഭാര്യ ചെയ്യുമല്ലോ, പിന്നെ എന്തിനാണ് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അല്ല, ഞാൻ കഴുകാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഞാനങ്ങ് കഴുകും. ഞാൻ പറഞ്ഞു, എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾ വയ്യാത്തവരായിരിക്കണം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇത് രണ്ടു പേർക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആരോഗ്യമുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നിനക്ക് തന്നെ പ്രശ്നമാവുകയെന്ന് ഞാൻ പറഞ്ഞു. കാരണം അമ്മായിയമ്മ അമ്മായിയപ്പൻ എന്നുള്ളിടത്ത് മിക്കയിടത്തും പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും പെൺമക്കളും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മനസ്സായിരിക്കണം. അപ്പോൾ അവൾ പറഞ്ഞത്, കുഞ്ഞിനിപ്പം 3 വയസ്സായി. ആദ്യത്തെ ബർത്ത്ഡേ ഈ കുട്ടിയുടെ ഇഷ്ടപ്രകാരം വന്ന് ആഘോഷിച്ചു. പിന്നെ 2ഉം 3ഉം ബർത്ത്ഡേക്ക് കുഞ്ഞിനൊരു ഉടുപ്പ് പോലും മേടിച്ചിട്ടില്ല അവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉടുപ്പിന് അത്രമാത്രം വിലയില്ല. ആൺകുട്ടി ആയതുകൊണ്ട് 100, 300, 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു ഉടുപ്പ് കിട്ടും, അല്ലേ? അപ്പോൾ അത് വാങ്ങിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് കുട്ടി പറയണം. അപ്പം ഞാനോർത്ത്, ഇത്രയും 2 പേർക്കും ജോലിയുണ്ട്. അമ്മായിമ്മ പിന്നെ തൊഴിലുറപ്പിന് പോകുന്നു, ഈ കുട്ടി പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വരുമാനം ഉണ്ടായിട്ട് പോലും ഒരു ദിവസത്തെ വരുമാനത്തിൽ നിന്ന്, അല്ലേ, മിച്ചം പിടിച്ചാൽ സുഖമായിട്ട് വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു പിറന്നാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലേ, അതിനൊരു ഉടുപ്പ് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്താണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മൂമ്മ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്നതിൽ എന്താണ് പിന്നെ വേറൊരു കാര്യമുള്ളത്? പക്ഷെ നേരെ തിരിച്ച് ഇവരുടെ മകളുടെ കൊച്ചിനാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പോയി സഹകരിക്കില്ലേ? തീർച്ചയായിട്ടും സഹകരിക്കും. അപ്പം വന്നു കയറിയ പെൺകുട്ടി തീർച്ചയായിട്ടും ഇവിടെ അവരുടെ മോളുടെ കാര്യത്തിനൊക്കെ ചെയ്യും. ഇതിവിടെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് എന്താണ് ചെയ്യാത്തത്? അപ്പോൾ എല്ലാ അമ്മായിയപ്പനും വിചാരിക്കുക, സ്വന്തം മകൻ്റെ കുഞ്ഞിനെ അകറ്റി നിർത്തിയിട്ട് മകളുടെ കുഞ്ഞിനെ എടുത്ത് തലയിൽ വെച്ച് ലാളിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങളുടെ സ്വന്തം ചോരയെന്ന് പറയുന്നത് മകൻ്റെയാണ്. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് പലപ്പോഴും ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്നില്ല. അത് അനുഭവിക്കുന്ന പെൺകുട്ടി, അവൾക്ക് തോന്നുകയാണ് എൻ്റെ കുഞ്ഞിനെ സ്നേഹം കാണിക്കുന്നില്ല, ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ അവളുടെ ഉള്ളിലത് നോവായി നിൽക്കും. അപ്പോൾ ആ കുട്ടിക്ക് വിഷമം ഉണ്ടായിട്ടല്ല ആ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ ഓർത്ത് ഇതും സംസാരിക്കണം. ഇനിയും ഉണ്ട്, അത് ഓരോരോ വീഡിയോയിലായിട്ട് പറയാം. ഓക്കെ.